നമസ്കാരം. പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വമ്പൻ ട്വിസ്റ്റുകളോടൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ ആനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടക്കുന്നത് കേട്ടോ. അത് നടത്തി കൊടുക്കുന്നത് നമ്മുടെ നവീനുമാണ്. അവസാന നിമിഷം വരെ അനിക്കും നന്ദുവിനും പോലും അറിയാൻ പറ്റുന്നില്ല അവർ വിവാഹം കഴിക്കാൻ പോവാണെന്നേ. അത്രയ്ക്ക് സസ്പെൻസാണ് നവീൻ വെച്ചിരിക്കുന്ന അവർക്ക്. അങ്ങനെ ലാസ്റ്റ് സസ്പെൻസ് പൊട്ടുമ്പോൾ ചിലരൊക്കെ പേടിച്ച് ഞെട്ടി വിറയ്ക്കുന്നുണ്ട്, ചിലർക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്തായാലും അനിക്കും നന്ദുവിനും ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നവീൻ നടത്തി കൊടുക്കുകയാണ്. എന്നാൽ അതിനൊക്കെ ശേഷം ചില പ്രശ്നങ്ങൾ കൂടി അനന്തപുരിയിൽ ഉണ്ടാവുകയാണ്. നന്ദുവിനെ വിവാഹം കഴിച്ചുകൊണ്ട് അനി അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ ജാനകിയുടെ ഒന്നും കാര്യം പറയണ്ടല്ലോ. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനിക്കും നന്ദുവിനും നേരിടേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അത് വമ്പൻ ട്വിസ്റ്റുകളാണ്. നമ്മുടെ ക്ലൈമാക്സിലേക്കൊന്നും പത്തരമാറ്റി പോകുന്നില്ല. അനിയുടെയും നന്ദുവിൻ്റെയും ഒക്കെ ജീവിതത്തിലെ സംഘർഷങ്ങളും കൂടി ഇനി വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ വിവാഹം നടന്ന ട്വിസ്റ്റിലേക്ക് പോവുകയാണേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. അനിയും നന്ദുവും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അനി പറയുന്നുണ്ട്, നവീൻ നിന്നെ വിവാഹം ആലോചിച്ച് എന്ത് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല. അവനോടെല്ലാ സത്യങ്ങളും ഞാൻ തുറന്ന് പറഞ്ഞതാ, എന്നിട്ടും അവൻ എന്നെ മനസ്സിലാക്കാനായിട്ട് കൂട്ടാക്കിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നന്ദു അനിയെ തന്നെ കുറ്റപ്പെടുത്താണ്. അത് നിന്റെ കയ്യിലെ കുഴപ്പമാണ്. നവീനേട്ടൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നെ ഇഷ്ടമാണെന്ന്. എന്നാൽ ആ സമയത്ത് തന്നെ നീ നിന്റെ ഇഷ്ടം പറയണ്ടായിരുന്നോ? നിനക്ക് എന്നോട് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നോ ഉള്ള വിവരം നീ പറഞ്ഞില്ല. എന്നിട്ട് ആ പാവത്തിനായിട്ട് വട്ടം ചുറ്റി വെറുതെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും അതുപോലെ ഗിഫ്റ്റ് തരാനും എന്നെ കൂട്ടിക്കൊണ്ട് പോകാനും ഒക്കെ വന്നപ്പം അയാളുടെ മനസ്സിൽ ഇതായിരുന്നെന്ന് എനിക്കും അറിഞ്ഞുകൂടായിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ എന്ന് വിചാരിച്ചു. നീയും നവീനേട്ടനും കൂടെ ഇത്രയും നല്ല ബന്ധം ഉണ്ടായിരുന്നപ്പോൾ നവീനേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിന്നോട് പറഞ്ഞപ്പം നീ അത് എന്നോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേനെ. ഇതിപ്പോൾ അവസാനം വരെ എത്തിച്ചില്ലേ അനി എന്ന് ചോദിക്കുക. അപ്പം അനി പറയാ, അതെ നന്ദു, നീയും എന്നെ കുറ്റപ്പെടുത്താതെ എനിക്കിപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ല. നവീനോ അങ്ങനെ ഒരു ഇഷ്ടം നിന്നോടുണ്ടെന്ന് നീ അറിഞ്ഞാൽ നിനക്കും അവനോട് ഇഷ്ടം തോന്നിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവനെ ഞാൻ ചതിക്കുകയാണല്ലോ എന്ന് അവൻ വിചാരിക്കുമെന്നും വിചാരിച്ചു. അതൊക്കെ കൊണ്ടാണ് ഞാനന്ന് പറയാതിരുന്നതെന്ന് പറയുമ്പോൾ നന്ദു നല്ല ചീത്ത പറയാ അനിയെ. അത് നീ പറയാതിരുന്നേ, അത് നിന്റെ തെറ്റ്. ഇനിയിപ്പോൾ അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നവീനേട്ടൻ വീട്ടിലല്ല ഈ പ്രശ്നം അവതരിപ്പിച്ചിരിക്കുക. നവീനേട്ടൻ്റെ അച്ഛനും അമ്മയും കൂടി എൻ്റെ വീട്ടിൽ വന്ന് വിവാഹം ആലോചിച്ചു. ആ സ്ത്രീക്കാണെങ്കിൽ എന്നെ കണ്ണു കയറി കണ്ടുകൂടായിരുന്നു. ഇപ്പം ദേ അവർ വീണ്ടും എൻ്റെ വീട്ടിൽ വന്ന് വിവാഹം ആലോചിക്കുക. ഇത് എന്തൊക്കെ മറിമായാണോ? ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിഞ്ഞാൽ പോലും ചേരില്ല. അങ്ങനെയുള്ളപ്പോൾ അവരെന്തിനു വിവാഹം ആലോചിച്ച് വന്നൊന്നും അറിയില്ല. എന്നെപ്പോൾ ഒരുത്തിയ വിവാഹം കഴിക്കാൻ അവരുടെ മകനെ അനുവദിക്കില്ല എന്ന് അവർ പല പ്രാവശ്യം പറയുന്നതാ. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ സ്വഭാവം അവർക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടുള്ള. എന്നിട്ട് പിന്നെ എന്താ ഇതിലൊക്കെ നടന്നതെന്ന് അറിയില്ല എന്ന് പറയാം. പനി പറയുന്നുണ്ട്, അത്രയ്ക്ക് പ്രഷർ നവീൻ വീട്ടിൽ ചെലുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവൻ്റെ മുത്തശ്ശനും അതുപോലെ അമ്മയും കൂടി വന്ന് നിൻ്റെ വീട്ടിൽ വിവാഹം ആലോചിച്ചത്. അല്ല, നിൻ്റെ വീട്ടിൽ ഇന്ന് വിവാഹം ആലോചിച്ചപ്പം നിൻ്റെ അമ്മയും അച്ഛനും എന്ത് പറഞ്ഞു? സമ്മതമായിരിക്കല്ലേ അവർക്കും. അല്ലാതെ പിന്നെ എന്താടാ, അവർക്ക് 100 വട്ടം സമ്മതം. അവർക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വിവാഹം ഒന്ന് നടത്തി വിടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ തമ്മിലുള്ള ഈ ഇഷ്യൂ കാരണം മൊത്തത്തിൽ പ്രശ്നമാണ്. അനന്തപുരിയിലേക്ക് എന്നെ വിവാഹം കഴിച്ചു വിടില്ല എന്നുള്ള വാശി അവർക്കും ഉണ്ട്. അതിൻ്റെ കൂടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കൂടെ നിൻ്റെ ഇളയമ്മയും അപ്പച്ചിയും ഒക്കെ ഓരോ കുത്തുവാക്കുകൾ അമ്മയും അച്ഛനെയും പറയുണ്ടായില്ലേ. അതുകൊണ്ട് തന്നെ എൻ്റെ വിവാഹം പെട്ടെന്ന് നടത്തണമെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രപ്പോസൽ വരുന്നത്. അല്ലെങ്കിൽ തന്നെ അമ്മയുടെ മനസ്സിൽ ആ നവീനേട്ടനൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നവീനേട്ടൻ പലപ്പോഴും വീട്ടിലേക്ക് വരികയും അവരുമായിട്ട് മാത്രം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ സൂചന കൊടുത്തിട്ടുണ്ടായിരിക്കൂടാ എന്ന് പറയണം. അപ്പം അനി പറയേ, ഇതിനി എങ്ങനെയൊന്നും ഒഴിവാക്കാൻ പറ്റും? ഞാനാണെങ്കിലും അവിടെ എല്ലാവരോടും പറയുക ചെയ്തു. ആദർശേട്ടനോടും നയനടുത്തിയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ കട്ടയ്ക്ക് കൂടെ നിൽക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും നവീനേട്ടനെ വിഷമിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാ. അതുപോലെ തന്നെ നന്ദു, നിനക്കറിയോ, മുത്തച്ഛനോട് വരെ ഞാൻ ഇത് പറഞ്ഞ് കാല് പിടിച്ചു എങ്ങനെയെങ്കിലും ഈ പ്രപ്പോസൽ മുടക്കണമെന്ന്. പക്ഷെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നരസിംഹ മുത്തശ്ശൻ എല്ലാ കാര്യങ്ങളും വെച്ച് മുത്തശ്ശനോട് പറയുകയും ഇതിനെല്ലാം കൂട്ടു നിൽക്കണമെന്ന് പറയുകയും ചെയ്തു എന്ന്. ഇനി അങ്ങോട്ട് ഒരു കാരണവരുടെ സ്ഥലത്ത് നിന്ന് മുത്തശ്ശൻ വേണം ഈ വിവാഹം നടത്തി കൊടുക്കാനെന്നും പറഞ്ഞു. അത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ വിവാഹം മുടക്കാൻ മുത്തശ്ശൻ നോക്കുന്നത് ശരിയാവില്ല എന്നും അത് സ്വാർത്ഥതയാണെന്ന് അവർക്ക് തോന്നുമെന്നും ഒക്കെയാണ് മുത്തശ്ശൻ പറയുന്നത്. കനകയും ഗോവിന്ദനെയും എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കാമെന്നും പക്ഷെ നരസിംഹനോട് എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കുന്നതെന്നും ഒക്കെ മുത്തശ്ശൻ ചോദിച്ച് കൈ മലർത്തിയിരിക്കുക. ഞാനിനി എന്താ ചെയ്യുക നന്ദു എന്ന് ചോദിക്കുക. നന്ദു പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവരെല്ലാവരും കൂടെ ഇത് എവിടെയാണ് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്? എടാ അനി, നീ തന്നെ ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നന്ദു അങ്ങ് പോവാണ്.
എനിക്കാണെങ്കിൽ നല്ല ടെൻഷനും വിഷമവും ഒക്കെയാണ് കേട്ടോ നവീൻ്റെ വീട്ടിൽ നിന്ന് ചെന്ന് വിവാഹം ആലോചിച്ചത് കൊണ്ട് തന്നെ. അങ്ങനെ കനകയും ഗോവിന്ദനും കൂടെ പിന്നെയും സംസാരിക്കുക ഇതിനെപ്പറ്റി. എന്നിട്ട് ഗോവിന്ദനോട് കനക പറയുന്നുണ്ട്, അതെ എത്രയും പെട്ടെന്ന് നമുക്കിതങ്ങ് നടത്തി വിടണം. ഈ നവീൻ മോൻ്റെ അച്ഛൻ വരുന്നുണ്ടല്ലോ, അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് അതേ ഇപ്പം ഇത് നടത്താമെന്ന് വെച്ചത്. അല്ലാതെ ആ നവീൻ്റെ അമ്മയ്ക്ക് നന്ദുവിനെ അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതും ഇതിലും വലിയ പ്രശ്നമൊക്കെ ആയിട്ട് തീരുകയല്ലേ കനകയെന്ന് ചോദിക്കുക. അപ്പോൾ കനക പറയുന്നുണ്ട്, എന്ത് പ്രശ്നമായിട്ട് തീരാനാ? അതൊന്നുമില്ല. ഇപ്പം അവർ പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് വന്ന് വിവാഹം ആലോചിച്ചത്. അവരുടെ മകന് നന്ദുവിനെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ. നവീന് നന്ദുവിനെ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവർ രണ്ടുപേരും വന്നത്. നവീനും പ്രായമായിക്കൊണ്ടിരിക്കുകയല്ലേ, വിവാഹ പ്രായമൊക്കെ കഴിഞ്ഞു. ഇനിയും നീട്ടിക്കൊണ്ടു പോയാൽ എന്താവും അവസ്ഥ എന്ന് അവർക്കും അറിയാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു തീരുമാനം അവരും എടുത്തത്. അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ നന്ദുമോനെ എസ് ഐ അങ്ങനെയുള്ളപ്പം അവരെന്ത് ചെയ്യാനാ? അവരൊന്നും എൻ്റെ മോളെ ഒന്നും ചെയ്യില്ല. എന്നെ കാണുമ്പം കുറേ കുത്തുവാക്ക് പറയായിരുന്നു. ഇപ്പം കണ്ടില്ലേ എൻ്റെ മുന്നിൽ വന്ന് അവർ വീണ് ചോദിച്ചത്. എടി നീ അഹങ്കരിക്കാതെ നിന്റെ പഴയ സ്വഭാവത്തിലേക്ക് നീ തിരിച്ചു പോകുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് ഗോവിന്ദൻ പറയാം. അതൊന്നുമില്ല ഗോവിന്ദേട്ടാ, ഞാൻ അങ്ങനെ പഴയ സ്വഭാവത്തിലേക്ക് ഇനി തിരിച്ചു പോയില്ല. അനിയും നന്ദവും കൂടെയുള്ള വിവാഹത്തിനെ എനിക്ക് താല്പര്യക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ അനന്തപുരിയിലേക്ക് എൻ്റെ മൂന്നാമത്തെ മോളിൽ ചെന്ന് കയറുമ്പം അവിടെ നിന്നുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കാൻ പറ്റില്ല എന്താ. അല്ലാതെ എനിക്ക് അഹങ്കാരമൊന്നുമില്ല. നന്ദുമോൻ്റെ ഇഷ്ടം തന്നെയായിരുന്നു എൻ്റെ ഇഷ്ടം. പക്ഷേ ഇക്കാര്യത്തിൽ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒന്നാം തരം വിവാഹം വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവരോടും കൂടി ആലോചിച്ച് ഇതങ്ങ് നടത്തുക. എടി നന്ദുമോൻ സമ്മതിക്കോ? നന്ദു എതിർക്കുകയല്ലേ എന്ന് ചോദിക്കുക ഗോവിന്ദൻ. അവൾ എതിർക്കുമല്ലോ, എതിർത്തോണ്ടേ ഇരിക്കുകയാണല്ലോ, എതിർത്തോട്ടെ. പക്ഷെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയല്ലേ നവീൻ. അവൾക്ക് ഏറ്റവും അധികം അടുത്തറിയാവുന്ന ഒരാൾ. അങ്ങനെ ഒരാളെ വിവാഹം കഴിക്കുന്നതിൽ പരം ഒന്നും നല്ലതില്ല. അനിയുമായിട്ടുള്ള വിവാഹം ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ ഇത് നടക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുന്നതാണ് കേട്ടോ. അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ മുത്തശ്ശനോട് പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. നമുക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട്, ശരിയാ, ആ നരസിംഹം വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇതിലൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അനിയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കുട്ടികൾ ഒന്നിക്കേണ്ടതായിരുന്നു. അതിന് രണ്ട് വീട്ടുകാർക്കും താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്ത് വിവാഹാലോചിച്ച് ചെന്നതാ. പക്ഷേ അവരതിന് താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്. ഇനിയും അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് വിചാരിച്ചപ്പം ഇങ്ങനെ നവീനുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. ഇനി അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അനി കുറച്ച് വിഷമിക്കട്ടെ എന്ന് പറയാം. അപ്പം മുത്തശ്ശി പറയാ, അതെ, കുട്ടികൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അനിയുടെ ജീവിതത്തിൽ അനാമികയെ അടിച്ചേൽപ്പിച്ചതുപോലെ ഇനിയിപ്പം നന്ദുവിൻ്റെ ജീവിതത്തിൽ നവീനെ അടിച്ചേൽപ്പിച്ച് കഴിയുമ്പം അതും വിജയിക്കുമോ എന്ന് ആർക്കറിയാമെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാ, നവീൻ നല്ല പയ്യനാണ്. അവനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവുമൊന്നുമില്ല. നല്ല കുടുംബത്തിലേക്ക് തന്നെയാണ് നന്ദു കയറി പോകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. കനകയ്ക്കും ഗോവിന്ദനും ആ കാര്യത്തിൽ സന്തോഷിക്കാം. നവീനെപ്പോലൊരു നല്ല പയ്യനാണല്ലോ നന്ദുവിനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതെന്നുള്ള കാര്യത്തിൽ എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശി പറയാണ്, ഇവിടെയാണെങ്കിൽ അവന്തികയുടെ കാര്യത്തിലും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടിയിരിക്കുന്നല്ലോ. അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതാണല്ലോ. പക്ഷേ അതിനുശേഷം നിശ്ചയം മാറിപ്പോയെങ്കിലും ഇപ്പം വീണ്ടും അവന്തിക അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. വിവാഹമോചനം കിട്ടിയത് കൊണ്ട് തന്നെ ഉടനെ തന്നെ അനിയുടെയും അവന്തികയുടെയും വിവാഹം നടത്തണമെന്ന് തന്നെയാണ് അവർ പറയുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാം, അതിനൊക്കെ കുറച്ച് സമയം കൂടി എടുക്കാം. കാരണം അനിയുടെ മനസ്സൊന്ന് പാകമാകണം. അവനത് നേരെ പറഞ്ഞതല്ലേ, അവന്തികയെ ഭാര്യയായിട്ട് കാണാൻ അവന് പറ്റില്ല എന്നുള്ള കാര്യം. അങ്ങനെയുള്ളപ്പോൾ നമ്മളതിൽ നിർബന്ധിക്കുന്നത് ശരിയല്ല. അവൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാണ്, ജലജയും അവന്തികയും ഒക്കെ എൻ്റെ മുന്നിൽ വന്ന് ഇക്കാര്യങ്ങൾ പറഞ്ഞു. അവന്തിക ഭയങ്കര വിഷമത്തിലുമാണെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ ആയിരിക്കും, ആ കുട്ടിക്കും ആഗ്രഹങ്ങളൊക്കെ നമ്മൾ കൊടുത്തതല്ലേ. എന്തെങ്കിലും ആട്ടെ, ഇനിയിപ്പം നന്ദുവിൻ്റെയും നവീൻ്റെയും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനിയുടെയും അവന്തികയുടെയും വിവാഹത്തെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് ചിന്തിക്കാം. ചിലപ്പം അനിയുടെ മനസ്സ് മാറിയേക്കും എന്ന് പറയാണ്. അങ്ങനെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും മുത്തശ്ശി പറയാണ് കേട്ടോ, നാഗേന്ദ്രൻ്റെ കാര്യം. അതെ, നാഗേന്ദ്രൻ്റെ കാര്യം പറഞ്ഞിരുന്നു ആദർശ് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാം, എന്തിനാ താൻ എപ്പോഴും ഈ നാഗേന്ദ്രൻ്റെ കാര്യം പറയുന്നത്? അത് അടഞ്ഞ അധ്യായമല്ലേ, ഇനി അത് ചെകഞ്ഞെടുത്ത് ഒന്നും പറയണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാം, അങ്ങനെ പറയാതിരിക്കാൻ പറ്റുമോ? നാഗേന്ദ്രൻ്റെ മകളല്ലേ അവന്തിക. അവളുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴും പറയുമ്പോഴും അച്ഛനായ നാഗേന്ദ്രൻ തിരിച്ചെത്തിയ സ്ഥിതിക്ക് അയാളെ കൂടി ഉൾപ്പെടുത്തേണ്ടി വരില്ലേ എന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശന് നല്ല ദേഷ്യം വരും. വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വരരുത്. നാഗേന്ദ്രൻ്റെ പേര് പോലും ഇവിടെ മിണ്ടുന്നത് എനിക്കിഷ്ടമില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഇനിയിപ്പം അവന്തികയുടെയും അനിയുടെയും വിവാഹത്തിന് നാഗേന്ദ്രനെ ഉൾപ്പെടുത്തുന്നത്. അതൊന്നും ഏതായാലും നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പം ഈ അനന്തപുരിയിൽ നാഗേന്ദ്രൻ വരേണ്ട കാര്യമില്ല എന്ന് പറയാം.
അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നാഗേന്ദ്രനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ആദർശ് അറിഞ്ഞിട്ടുണ്ട്. ആദർശ് പല സംശയങ്ങളും ചോദിക്കുന്നുമുണ്ട്. അങ്ങനെ അതൊക്കെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അവൻ എന്നോടും ചോദിച്ചിരുന്നു അന്ന് നാഗേന്ദ്രനെ പുറത്താക്കാനുണ്ടായ കാര്യവും ഇതിൽ എന്തായിരിക്കും ജാനകിക്കും അതുപോലെ അജയനും ഒക്കെ പങ്കുള്ളതെന്നും ഒക്കെ എന്നോട് ചോദിച്ചു. ഞാനൊന്നും അങ്ങ് പറയാൻ പോയില്ല. എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ ഇനി കുത്തിപ്പൊക്കി എടുക്കുന്നത്? ജലജയാണ് നാഗേന്ദ്രനെ ചതിച്ചത്. അത് തന്നെയാണ് അവന് ഇവിടുന്ന് പോകാനും കാരണം. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇനി സംസാരിക്കേണ്ടതില്ല എന്ന് ഞാൻ ആദർശിനോട് പറയുകയും ചെയ്തു. അതൊരു അടഞ്ഞ അധ്യായി പോട്ടെ, ഇനിയും അത് ചെകഞ്ഞെടുക്കണ്ട. എത്ര ചെകഞ്ഞെടുത്താലും എങ്ങനെയൊക്കെ ആയാലും നാഗേന്ദ്രന് നമ്മുടെ കുടുംബത്തോടുള്ള പകയൊന്നും തീരില്ല. ഇപ്പോഴും അവൻ പകയോട് കൂടി തന്നെയാണ് പെരുമാറുന്നത്. അവന്തികയെ കൊല്ലാനായിട്ട് ആ അബിക്ക് കൂട്ടുനിന്നത് നാഗേന്ദ്രൻ തന്നെയാണ്. കാരണം അവന്തികയെ ഇല്ലാതാക്കണമെന്ന് അച്ഛനോട് ചെന്ന് അബി പറഞ്ഞപ്പോൾ അവനാണ് ആ നേഴ്സിനെ ഏർപ്പാട് ചെയ്ത് വിട്ട് അവന്തികയെ കൊല്ലാൻ നോക്കിയത്. അവർ പല പ്ലാനുകളും ചെയ്യുന്നുണ്ടാവും അവന്തികയെ ഇല്ലാതാക്കാനും അനന്തപുരി തറവാടിനെ തകർക്കാനും വേണ്ടിയിട്ട്. അതങ്ങനെ അങ്ങ് നടന്നു പോട്ടെ, ആ അധ്യായം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ വിവാഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. കനകയും ഗോവിന്ദനും അതുപോലെ ആദർശും നയനയും നവിയും എല്ലാവരും ഉണ്ടേ. അങ്ങനെ എല്ലാവരും കൂടി നന്ദാവനത്തിൽ കൂടിയിരിക്കുകയാണ്. എന്നിട്ട് നന്ദുവിൻ്റെയും അതുപോലെ നവീൻ്റെയും വിവാഹത്തെക്കുറിച്ച് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കനക പറയുന്നുണ്ട്, ഇനി വിവാഹത്തിന് കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ, നിശ്ചയമായിട്ടൊന്നും നമ്മൾ നടത്തുന്നില്ലല്ലോ, വിവാഹം മാത്രം മതി എന്നാണ് നവീൻ മോൻ്റെ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. അതുമല്ല, ഓണത്തിന് നവീൻ്റെ അച്ഛൻ വരുന്നുണ്ട്. ആ സമയത്ത് ചിങ്ങമാസത്തിൽ വച്ച് ഈ കല്യാണം നടത്താമെന്ന് അവർ പറയുന്നത്. അതിനിപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എല്ലാ ഒരുക്കങ്ങളും നമുക്ക് പെട്ടെന്നാക്കണം. നവ്യേ, നീ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. നന്ദുമോനെ ഡ്രസ്സ് എടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നയനിക്കും ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, നമുക്ക് കുറച്ച് ഓർണമെൻറ്റ്സും അങ്ങനെയൊക്കെ എടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം നയന ചോദിക്കുന്നുണ്ട്, അതെന്താമേ കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്ത് സ്ത്രീധനമൊക്കെ കൊടുത്ത് വിടാനാണോ ഭാവം എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, എന്തിനാ നിങ്ങളിപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്? എനിക്കൊരു സ്ത്രീധനവും വേണ്ട, സ്വർണവും വേണ്ട. അതിനായിട്ട് ഇനി അച്ഛനും അമ്മയും എവിടെ നിന്നും കടം വാങ്ങുകയും വേണ്ട എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അല്ല, അതിനായിട്ട് കടമൊന്നും വാങ്ങേണ്ടി വരികയില്ല. എന്തായാലും കടം വാങ്ങാതെ നന്ദുവിനെ നമുക്ക് വിവാഹം കഴിച്ചൊക്കെ വിടാൻ പറ്റും. ആവശ്യത്തിന് സ്വർണ്ണമൊക്കെ നമുക്ക് ഉണ്ടല്ലോ, നമുക്ക് എടുക്കാമല്ലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവരെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നന്ദുവിന് ഒട്ടും ഇഷ്ടമില്ല. നന്ദുവിൻ്റെ മുഖം വല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം നയന നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദുമോനെ, നിനക്കത്ര ഇഷ്ടമില്ലാന്ന് ഞങ്ങൾക്കറിയാം, നിന്റെ മനസ്സെന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്ത് ചെയ്യാനാ, രണ്ട് വീട്ടുകാർക്കും താല്പര്യമില്ലാത്ത വിവാഹം നടക്കാനൊന്നും പോകുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ നവീനുമായിട്ടുള്ള നിന്റെ വിവാഹം നടക്കുന്നത് തന്നെയാണ് നല്ലത്. കാര്യം നവീൻ ഒരു നല്ല പയ്യനല്ലേ, അവനെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല മോളെ. നിന്റെ കരിയറിലും ഒക്കെ നിനക്ക് ഉയരാം. അനി പതുക്കെ ഇതൊക്കെ മറന്നോളും. അല്ലെങ്കിലും അനിയുടെ അവന്തികയുടെ വിവാഹമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എല്ലാവരും കൂടി എല്ലാം തീരുമാനിച്ചു. എൻ്റെ മനസ്സ് കാണാൻ ആർക്കും വയ്യ. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വാശി കാരണം ഞങ്ങൾക്കില്ലാതാവുന്നത് ഞങ്ങളുടെ ജീവിതമാണ്. ഇനിയിപ്പം നിങ്ങളായിട്ട് തീരുമാനിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതിന് ഞാനങ്ങ് സമ്മതിച്ചു തരാം, അല്ലാതെ പറ്റില്ലല്ലോ. പക്ഷേ നയനേച്ചി, അനി ഭയങ്കര വിഷമത്തിലാണ്. എൻ്റെ വിഷമം ഞാൻ എങ്ങനെയെങ്കിലും സഹിക്കും. പക്ഷേ അനിയുണ്ടല്ലോ, അവൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ ഒറ്റ കാരണമായിരിക്കും. അവൻ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് നടക്കുന്നത്. ആദർശേട്ടനോടും നയനച്ചിയോടും ഞാൻ ഇക്കാര്യം പറയുകയും ചെയ്തതല്ലേ എന്ന് ചോദിക്കുക. അപ്പം നവ്യയുണ്ട്. നവ്യയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടല്ലോ. അബിയുടെ കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പ് തന്നെ നവ്യ അറിയുകയും അങ്ങനെ ആദർശും നയനയും നവ്യയും എല്ലാം ഒന്നാവുകയും ചെയ്ത് എല്ലാവരും നല്ല സ്നേഹത്തിൽ തന്നെ പോവാം. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നന്ദുമോനെ, നിനക്ക് അനിയെ ഇഷ്ടമായിരുന്നെങ്കിൽ നീ നേരത്തെ തന്നെ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമായിരുന്നു. നീ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട കാര്യമില്ലായിരുന്നു. അല്ല, നിനക്ക് തുറന്നു പറഞ്ഞാൽ എന്താ? അച്ഛനും അമ്മയും ഇപ്പം ഇത്ര ധൃതി വെക്കേണ്ട കാര്യം എന്താ? അമ്മയും അച്ഛനും ഒരു കാര്യം മനസ്സിലാക്കണം. അവർക്കിഷ്ടം അനിയാണ്. അവരൊന്നിച്ച് ജീവിക്കട്ടെ. ഏച്ച് കെട്ടിയ മുഴച്ചിരിക്കുമെന്ന് പറഞ്ഞതുപോലെ നവീനുമായിട്ട് വിവാഹം നടത്തി കഴിഞ്ഞാൽ ആ ബന്ധം നല്ല രീതിയിൽ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ കനക പറയുന്നുണ്ട്, എന്താടി നീ പറഞ്ഞത്? നിനക്കിത് പറയാൻ എന്ത് അവകാശമുള്ളത്? നീ ആ അബിയെ വിവാഹം കഴിച്ച് കയറി കൂടിയവളല്ലേ. എന്നിട്ടിപ്പം നിന്റെ ജീവിതം നന്നായിട്ട് പോകുന്നുണ്ടോ? ഉണ്ടോന്ന്? അവൻ നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടോ? നിന്നെ ചതിക്കാതെ നിന്റെ കൂടെ അവൻ നിൽക്കുന്നുണ്ടോ? ഇപ്പോഴും അവൻ നിന്നെ ചതിച്ചിരിക്കുകയല്ലേ. അതുകൊണ്ടേ നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. വീട്ടുകാരാലോചിച്ച് ഇങ്ങനെ ഒരു വിവാഹം നടക്കുമ്പം അതിൽ പ്രശ്നങ്ങളൊക്കെ കുറയും. പക്ഷെ നീ നിന്റെ പ്രിയപ്പെട്ട അബിയുടെ കൂടെ പോയിട്ട് ഒരു ദിവസം ഇതിൽ സമാധാനമായിട്ട് ജീവിച്ചിട്ടുണ്ടോ? അതുപോലൊരു ജീവിതം നന്ദുവിനും ഉണ്ടാവണ്ട. ഇത് ഞങ്ങളങ്ങ് തീരുമാനിക്കുമെന്ന് പറയാം.
അപ്പം നവ്യ പറയുന്നുണ്ട്, എന്തെങ്കിലും നിങ്ങൾ തീരുമാനിച്ചോ, പക്ഷേ ദേ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിന് നിർബന്ധിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അല്ല ആദർശേട്ടാ, നിങ്ങളും ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മക്കളെ അറിയാം, നന്ദുമോന് അനിയെ ഇഷ്ടമെന്ന് അറിയാം, പക്ഷേ അത് നമുക്ക് നടത്താൻ നിവൃത്തിയില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ്. അനിയാണെങ്കിൽ ആകെ വിഷമിച്ച് നവീനെ വീണ്ടും പോയി കാണുന്നുണ്ട്. വീണ്ടും കണ്ട് നവീനോട് അനി സംസാരിക്കുന്നുണ്ട്. നന്ദുവും അനിയും കൂടി ചെല്ലുന്നുണ്ട്. ചെന്നിട്ട് നവീനോട് സംസാരിക്കുക. അപ്പം നവീൻ ആകെപ്പാടെ കൂളായിട്ട് ഇവരെ ഒന്ന് കുരങ്ങ് കളിപ്പിക്കുക എന്നുള്ള ഒരു മട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, അല്ല എന്താ നിങ്ങൾ രണ്ടുപേരൂടെ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, നവീനെ ഇനി നീ ഈ തീരുമാനത്തിൽ ഇത് മാറണം. വിവാഹം വേണ്ടെന്ന് വയ്ക്കണം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല, ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം എന്ന് പറയാം. അപ്പം നവീൻ പറയുന്നുണ്ട്, എന്നിട്ട് ഇത്രയും നാൾ നിങ്ങൾ ഇഷ്ടമായിട്ട് ഒന്നിച്ച് ജീവിച്ചോ? നീ അനാമികയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ നന്ദുവിനെ ഇഷ്ടപ്പെട്ടതല്ലേ? എന്നിട്ട് എന്തേ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാഞ്ഞത്? ഇപ്പോഴും നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയായിരുന്നല്ലോ. ഇപ്പം ഈ വിവാഹം അടുത്ത സമയത്തും ഇങ്ങനെ വന്ന് സംസാരിക്കാനല്ലാതെ ഒന്നിച്ചൊരു തീരുമാനം എടുക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പനി പറയുന്നുണ്ട്, പറ്റും, പക്ഷേ ഇവളുടെ കുടുംബത്തിൻ്റെ കാര്യവും അച്ഛൻ്റെ അമ്മയുടെ കാര്യവും ചേച്ചിമാരുടെ കാര്യവും ഒക്കെ ആലോചിക്കുമ്പം അങ്ങനെ പറ്റില്ലാന്നാ പറയുന്നതെന്ന് പറയാ. അപ്പം നവീൻ പറയാ, അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നവർ പിന്നെ ഈ വിവാഹം വേണ്ടെന്ന് വയ്ക്കേണ്ട കാര്യമുണ്ടോ? നന്ദു, നമ്മുടെ വിവാഹം നടക്കട്ടെ. അവൻ അതിനുള്ള ധൈര്യമില്ല. ആ ധൈര്യം ഉണ്ടാകുന്ന സമയത്തെ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പം ഇനി ഞാൻ നന്ദുവിനെ വിവാഹം കഴിക്കുന്നില്ല വേണ്ട എന്ന് വെച്ചാലും നിങ്ങളുടെ രണ്ടിനെ വിവാഹം നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വിശ്വാസവും ഇല്ല. അപ്പം അനി പറയാ, അതെന്താ നവീനെ, അത് നടക്കും. എന്ത് നടക്കുന്നു? ഇത്രയും കാലങ്ങളായിട്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതെ വീട്ടുകാരുടെ ആവശ്യവും അനുസരിച്ച് നടക്കുന്ന സ്ഥിതിക്ക് ഇതിനൊന്നും ഒരു തീരുമാനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ അതിനെക്കുറിച്ചിട്ടൊന്നും കൂടുതൽ ചിന്തിക്കാനും പോകണ്ട. ഞങ്ങൾ തമ്മിലുള്ള വിവാഹം തന്നെ അങ്ങ് നടക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. പിന്നെ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ വിവാഹമൊക്കെ ഉറച്ചു. വിവാഹത്തിന് ദിവസങ്ങളെത്തി. നവീൻ്റെ അച്ഛൻ വരികയാണ്. നവീൻ്റെ അച്ഛൻ വന്നു കഴിയുമ്പോഴേക്കും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ്. വിവാഹ ദിവസം രാവിലെ തന്നെ നന്ദുവിനെ എല്ലാം നല്ലാണ് ഈ ചുരുക്കി നയനെയും നവിയെ എല്ലാവരും കൂടെ ഒരുക്കിയൊക്കെ നിർത്തുകയാണ്. നന്ദുവിൻ്റെ മുഖം ഒട്ടും പ്രസാദമില്ല. നന്ദു ഭയങ്കര വിഷമിച്ചിരിക്കുക. അപ്പോഴും നയന നന്മമാരെ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. നയന പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കേണ്ട, ഇത് കുറച്ച് കഴിയുമ്പോൾ നിന്റെ മനസ്സിൻ്റെ വിഷമമൊക്കെ മാറും. എന്നെ തന്നെ നോക്കിക്കേ, ഞാൻ ആദർശേട്ടനെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതൊന്നും അല്ലല്ലോ. നവീച്ച് വിവാഹം കഴിക്കാൻ ഇന്ന് ആദർശേട്ടനെ ആ ഒരു നിമിഷത്തിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വേഷം മാറി വന്ന് വിവാഹം കഴിച്ചതാ. പക്ഷേ ഇപ്പം ഞങ്ങൾ എന്തുമാത്രം സ്നേഹത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്ന് നീ കാണുന്നില്ലേ മോളെ എന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, എല്ലാവരും നയനേച്ചിയെ പോലൊന്നും ആയിരിക്കില്ലല്ലോ. നയനേച്ചി വേറൊരാളെ സ്നേഹിച്ചിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ അനിയെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. എൻ്റെ വിവാഹം കഴിയുമ്പോൾ അവൻ എന്തെങ്കിലും കടുംകൈ ചെയ്യുമെന്ന് വരെ എനിക്ക് സംശയമുണ്ട് എന്ന് പറയാണ്. അതേസമയം നയനെ ഉപദേശിക്കുന്നു. കനകയും ഗോവിന്ദനും ഒക്കെ റെഡിയായി എല്ലാവരും ഭയങ്കര ഇതായിട്ട് വിവാഹ മണ്ഡപത്തിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അങ്ങനെ അനന്തപുരിയിൽ നിന്നാണെങ്കിൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും ഒക്കെ എത്തുന്നുണ്ട്. ജലജയും ജാനകിയും ഒന്നും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും വിവാഹ മണ്ഡപത്തിൽ എത്തിയിരിക്കുക. അതേസമയം നവീനാണെങ്കിൽ ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ്. നവീൻ രണ്ടും കൽപ്പിച്ചത് തന്നെയാണ് കേട്ടോ. നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും അനിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് തന്നെയാണ്. പക്ഷെ അവസാന നിമിഷം വരെ ആരും അത് ചിന്തിക്കുന്നുമില്ല. അങ്ങനെ നവീൻ ഒരുങ്ങിയൊക്കെ കഴിയുമ്പോൾ അനിയെ വിളിക്കുന്നുണ്ട്. അനി പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരില്ല, വിവാഹത്തിന് ഞാൻ വരികയില്ല എന്ന് പറയുക. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, അങ്ങനെ വരികയില്ലെന്ന് നീ പറഞ്ഞാൽ പറ്റില്ല, എൻ്റെ വിവാഹമാണ്, നീ എൻ്റെ ഫ്രണ്ടാണ്, നന്ദുവിൻ്റെയും ഫ്രണ്ടാണ്, അതുകൊണ്ട് നീ വരണമെന്ന് പറയാണ്. അനി പറയുന്നുണ്ട്, ഇല്ല ഞാനില്ല, എനിക്ക് അത് കാണാൻ പറ്റില്ല. നവീനെ, നിനക്ക് എൻ്റെ കാര്യം അറിയാമല്ലോ, ഞാൻ വല്ലാത്തൊരു അവസ്ഥയിൽ തന്നെയാണെന്ന് പറയാൻ. ഇല്ല, നിന്നെയും കൂട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നവീൻ നേരെ അനന്തപുരിയിൽ ചെന്ന് അനിയെ നിർബന്ധമായിട്ടും കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ വിവാഹത്തിന് നിർബന്ധമായിട്ടും അനിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് നവീൻ. അങ്ങനെ വിവാഹ മണ്ഡപത്തിൽ നവീനും നവീൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശനും എല്ലാവരും കൂടി പുറപ്പെട്ട് വിവാഹ മണ്ഡപത്തിൽ എത്തുകയാണ്. ആ കൂടെ അനിയുണ്ട്. അങ്ങനെ നന്ദു വിവാഹ മണ്ഡപത്തിൽ ഇങ്ങനെ വരനെയും കാത്തിരിക്കുക. എല്ലാവരും കനകയും ഗോവിന്ദനും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. കനകയൊക്കെ കേട്ടോ, ഇപ്പോൾ വിവാഹം നടക്കുമല്ലോ. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും അനിയെ കൂട്ടിക്കൊണ്ട് തന്നെയാണ് നവീൻ വിവാഹ മണ്ഡപത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ നന്ദു വിഷമിച്ചിരിക്കുക. അനിയെ കണ്ടു കഴിയുമ്പോൾ നന്ദുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാണ്. അനിക്കാണെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നവി കൂട്ടിക്കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് വിവാഹത്തിനുള്ള മുഹൂർത്തമായി. ഇനിയിപ്പോൾ നവീൻ മോൻ മണ്ഡപത്തിലേക്ക് ഇരിക്കുന്ന കനക പറയാണ്. അപ്പം നവീൻ പറയുന്നുണ്ടല്ല, ഞാനിതിൻ്റെ മണ്ഡപത്തിൽ ഇരിക്കുന്നത് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവർ തമ്മിലല്ലേ വിവാഹം നടക്കേണ്ടത്. നിങ്ങൾ പയ്യൻ്റെയും പെണ്ണിൻ്റെയും ഒന്നും ഇഷ്ടം ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ച് എന്നെയും നന്ദുവിനെയും കൂടി വിവാഹം നടത്തി വിട്ടാൽ നന്ദു സന്തോഷമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ? അതുപോലെ ദേ ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എത്രയ്ക്കാണെന്ന് പറഞ്ഞാലും ഇവർ രണ്ടും ഒന്നിക്കണം തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവരെ ഞാൻ ചെറുതായിട്ടൊന്ന് പറ്റിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ വിവാഹ മണ്ഡപം വരെ എത്തിച്ചതെന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാ. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് നീ എന്ന് ചോദിക്കുക നവീൻ്റെ അമ്മ.
അല്ല അമ്മയ്ക്ക് നന്ദുവിനെ ഞാൻ വിവാഹം കഴിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നല്ലോ. അല്ല ഞാൻ നിങ്ങളോട് നിർബന്ധിച്ചായിരുന്നോ നന്ദുവിൻ്റെ വീട്ടിൽ പോയി വിവാഹം ഉറപ്പിക്കാൻ? ഇല്ലല്ലോ. അതിനു മുമ്പ് ചാടിക്കയറി നിങ്ങൾ പോയല്ലേ ഉറപ്പിച്ചത്. സാരില്ല, അവരൊന്നിക്കട്ടെ, ഒരു നല്ല കാര്യമല്ലേ. അനി നീ ഇങ്ങോട്ട് വാ എന്ന് പറയാ. എന്നിട്ട് അനിയെ പിടിച്ച് മണ്ഡപത്തിലേക്ക് ഇരുത്തുക. അപ്പം നന്ദുവും അനിയും എല്ലാവരും അന്താളിച്ച് പോവുക. ആ താലി അനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നവീൻ. എന്നിട്ട് പറയുന്നുണ്ട് നന്ദുവിൻ്റെ കഴുത്ത് കെട്ടാൻ പറയുക. അനി ചുറ്റുംപുറം ഇങ്ങനെ നോക്കുന്നുണ്ടേ. അപ്പോൾ എല്ലാവരും അന്താളിച്ചിങ്ങനെ നിൽക്കുക. മുത്തശ്ശനും ഒന്നും മിണ്ടുന്നില്ല. മുത്തശ്ശൻ്റെ നേരെ അനി ഒന്ന് നോക്കുമ്പോൾ മുത്തശ്ശൻ തലകൊണ്ട് കാണിക്കുക കെട്ടിക്കോളൂ എന്നുള്ള രീതിയിൽ. അതുപോലെ ആദർശിനും ഒക്കെ സന്തോഷമാവുകയാണേ. അപ്പോൾ പെട്ടെന്ന് അനി നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുക. അപ്പോൾ കനക ഞെട്ടിപ്പോവാണ്. കനക പൊട്ടിക്കറിയുക. അയ്യോ എന്താ ഈ കാണിക്കുന്നത്? എന്താ ഇത് നവീനെ ഈ കാണിച്ചത്? അനിയും നന്ദുവും കൂടെ ഉള്ള വിവാഹം അത് അത് നടക്കാൻ പാടില്ലാത്ത, എന്നിട്ടിപ്പോൾ ഇത് ഈ മുഹൂർത്തത്തിൽ അത് നടത്തിയത് ഇത് ശരിയാവില്ല, ഇത് ചതി തന്നെയല്ലേ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട്, അല്ല ആരാ ചതിച്ചത്? ഞാനാണോ ചതിച്ചത്? നിങ്ങളല്ലേ എന്നെ ചതിച്ചത്. നിങ്ങളോട് ഞാൻ ചോദിച്ചതല്ലേ നന്ദുവിന് മറ്റാരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന്. നിങ്ങളത് മറച്ചു വെച്ചു. അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടമാണെന്ന് നിങ്ങളും എന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. അവരിഷ്ടമാണെങ്കിൽ അവരൊന്നിക്കണമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുമ്പം അനിയും നന്ദു വിവാഹിതരാകുകയാണ്. ഇനിയിപ്പം നന്ദുവിനെയും കൂട്ടി അനി അനന്തപുരിയിലേക്ക് ചെല്ലുമ്പം അവിടെ ഇതിലും വലിയ സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്